ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നതേ കുറച്ച് കാര്യങ്ങൾ, അതായത് മറന്നു പോകുന്ന ചില കാര്യങ്ങളും കൺഫ്യൂഷൻസ് വരുന്ന കുറച്ച് കാര്യങ്ങളും നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം, അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എവിടെ നിന്ന് തുടങ്ങണം, എത്ര പഠിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ PYQ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തു തരാം. ഓൾറെഡി ചാനലിൽ ചെയ്തത് കിടപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് പറഞ്ഞ് എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാറ്റിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുക. ഞാനതിന് വലിയ വ്യൂസ് കയറാത്തതുകൊണ്ടാണ് പിന്നീട് ആ വീഡിയോസ് ചെയ്യാതായത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് PYQ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ എങ്ങനെ റിവിഷൻ, അതുപോലെ എങ്ങനെയാണ് മറന്നു പോകുന്ന കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് 2-3 വീഡിയോസായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഇയേഴ്സ് നമ്മൾ ഓർത്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു ചെറിയൊരു കോഡാണ്. ഇതിപ്പോൾ എത്ര പേർക്ക് ഹെൽപ്ഫുൾ ആവും എന്നുള്ളത് എനിക്കറിയില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ എന്ന് പറയുന്ന സമയത്ത് പദസൂര്യൻ വരച്ച് പഠിക്കുന്ന ഒരു ട്രിക്ക് ഉണ്ട് PSCയിൽ. അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിളാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ഒരു ഒരു റാൻഡമായിട്ട് ഒരു ഇയർ കൊടുക്കുക. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ കൊടുക്കുന്നത് 1947 ആണ്. ഓക്കെ, ഈ 47 എന്ന് പറയുന്നത് ഒരു റൗണ്ടിട്ട് കൊടുക്കുക. റൗണ്ടിട്ട് കൊടുത്തതിന് ശേഷം ഇതിന് ചുറ്റും പദസൂര്യൻ വരയ്ക്കുക. പദസൂര്യൻ വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ്, അതായത് ഈ 1947 നടന്നിട്ടുള്ള കാര്യങ്ങൾ, 1947 നടന്നിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ എക്സാമ്പിളാണ് കേട്ടോ പറയുന്നത്, കറക്റ്റായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരു സമാധിയായി. അതുപോലെ തന്നെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു. അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നു. അപ്പോൾ ഇങ്ങനെ കേട്ടോ ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണ്. അതായത് റാൻഡമായിട്ട് ഒരു ഇയർ കൊടുത്തതിന് ശേഷം അതിന് ചുറ്റും ഒരു പദസൂര്യൻ നിർമ്മിച്ചിട്ട് അതിന് ചുറ്റും ആ ഒരു ഇയറിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതുക. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് എല്ലാ ഇയേഴ്സിലും ഇത് പോസിബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഒരുവിധം കുറേ കാര്യങ്ങൾ നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് നമുക്കിത് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ചുമ്മാ നമ്മൾ ഒരു ഇയർ കൊടുത്ത് അതിൻ്റെ ഒരാൾ മരിച്ച വർഷമോ അല്ലെങ്കിൽ ഒരാൾ ജനിച്ച വർഷമോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും നേടിയതോ അവർ കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും മനസ്സിലാവില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ട്രിക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, പദസൂര്യൻ വരച്ച് പഠിക്കുക എന്നുള്ളൊരു സംഭവം PSCയിലുണ്ട്. കുറേ പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു തന്നതാണ്. എത്ര പേർക്ക് ഇത് വർക്കാവും എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഈ ഇതിനെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് തവണയായി പറയുന്നു. വൊക്കാബ്സ്പീഡിയ എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നും പിന്നെ വേറെ കുറച്ച് പേജുകളിൽ നിന്നൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഇത് വൊക്കാബ്സ്പീഡിയ എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ്. 10-40ഓളം ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. ഇത് ഒരു ഫോട്ടോസ്റ്റാറ്റ് പേപ്പറിനെ 4ആയിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നൊന്നായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഓവർ പൈസ ചിലവ് വരും. അപ്പോൾ ഇതിനെ 4ആയിട്ട് നമ്മൾ ഇവിടെയായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് വലിയ ചിലവ് വരില്ല. ഓക്കെ, അപ്പോൾ പഠിക്കാനുള്ളൊരു ഈസിയും കൂടാണ് ഈ മെത്തേഡ്. ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് വീഡിയോസിലായിട്ട് പറയുന്നുണ്ട്. നമുക്ക് മാറി വരുന്ന ആ ഒരു പാറ്റേണും അതുപോലെ തന്നെ മാറി വരുന്ന ആ ഒരു രീതിയും മനസ്സിലാക്കാനായിട്ട് ഇത് ഒരുപാട് നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. വൊക്കാബ്സ്പീഡിയ എന്നാണ്. ഇതെൻ്റെ കഴിഞ്ഞു കേട്ടോ. ഞാനിത് ജസ്റ്റ് റിവിഷന് വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്ത് വെക്കുന്നതാണ്. ഡെയിലി വീണ്ടും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം ഞാൻ നോക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇത് റൗണ്ട് ഇട്ട് വെച്ചിരിക്കുന്നതൊക്കെ കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ LDCയുടെ ടൈമിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ മലയാളം, ഇംഗ്ലീഷ് പോലുള്ള ടോപ്പിക്സിൽ എങ്ങനെയാണ് നമ്മൾ ഈ വൊക്കാബുലറിയും കാര്യങ്ങളിൽ ഗ്രാമർ സെക്ഷനൊക്കെ നമ്മൾ എങ്ങനെയാണ് ഓർമ്മയോടെ നമ്മൾ വെക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഇതിന് ചെയ്യുന്നൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. അതായത് ഒരു ദിവസം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 5 എണ്ണം അല്ലെങ്കിൽ ഒരു 10 എണ്ണം നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത് നിങ്ങൾ പഠിക്കുക ഒരു ദിവസം. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ദിവസം പഠിക്കുന്ന സമയത്ത് ഈ 10 എണ്ണവും അടുത്ത 10 എണ്ണവും കൂടെ ചേർത്ത് 20 പഠിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത് പഠിക്കുന്ന സമയത്ത് അത് 30 ആവും. അങ്ങനെ കൂടി പോവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിച്ച സാധനങ്ങൾക്ക് നമുക്കൊരു റിവിഷനും കിട്ടും. ഒരു ദിവസം നമുക്ക് അധിക ഭാരമുള്ളതായിട്ട് തോന്നില്ല. കാരണം 10 എണ്ണം ആവുന്ന സമയത്ത് നമ്മൾ എങ്ങനെയും 10 ദിവസം കൊണ്ട് ഒരു 100 എണ്ണം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ
ആദ്യ ദിവസം ഒരു 10 എണ്ണം, അടുത്ത ദിവസം ഒരു 10 എണ്ണം, അതിൻ്റെ അടുത്ത ദിവസം ഒരു 10 എണ്ണം, അങ്ങനെ ചെയ്യുകയും വേണം. കൂട്ടത്തിൽ ആദ്യം പഠിച്ചത് മുതൽ വായിക്കുകയും വേണം. അങ്ങനെ ആകുമ്പോൾ എന്താണ് നമുക്ക് ഉപകാരം? 2 കാര്യങ്ങൾ നടക്കും. ഒന്ന് റിവിഷനും നടക്കും, അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്തത് ഇംഗ്ലീഷ് കേട്ടോ. ഇംഗ്ലീഷിൽ ഇത് ഫോബിയാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ അനോണിമസ് ആണെങ്കിലും സിനോണിമസ് ആണെങ്കിലും കുറച്ച് ടഫുള്ള ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ഈ മലയാളത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെ ഇതിലും നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. കാരണം ഈ ഫോബിയാസ് പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തും അനോണിമസ് സിനോണിമസ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഇതുപോലെ ആദ്യത്തെ ഒരു 5 എണ്ണം പഠിക്കുക, അല്ലെങ്കിൽ ഒരു 10 എണ്ണം പഠിക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അതുപോലെ 5 എണ്ണോ 10 എണ്ണോ ആയിട്ട് നിങ്ങൾ പഠിക്കുക. അടുത്തത് ഒരു 10 എണ്ണം പഠിക്കുക. വീണ്ടും ആദ്യം പഠിച്ചതിന് നമ്മൾ കൂട്ടിയിട്ട് നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ മാത്രമേ നമുക്ക് ഈ ഗ്രാമർ സെക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും നമ്മൾ ഒരേ അടി നമ്മൾ പഠിച്ച് തീർത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് ഓർമ്മ നിൽക്കില്ല. കാരണം പലരും ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവരും മലയാളം മീഡിയം പഠിച്ചവരൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്ങനെയാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗ്രാമർ സെക്ഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരുവിധം ടഫാണ്. ഓക്കെ, ഇപ്പോൾ ഇതുപോലുള്ള വാക്യശുദ്ധി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. പക്ഷെ അല്ലാതെ അതുപോലെ തന്നെ എന്താ ഈ പരിഭാഷാ സംഭവങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുവിധം കിട്ടും. പക്ഷേ ഈ വിപരീത പദം, അതുപോലെ തന്നെ നമ്മുടെ സമാന പദം, ഒറ്റപ്പദം, ഇതാ കണ്ടില്ലേ ഒറ്റപ്പദം, ഇതൊക്കെ നമുക്ക് കുറച്ച് ഇതുണ്ടോ നമ്മൾ ഈ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും അല്ലല്ലേ. പിപ്പടിഷു, ബുബുക്ഷു, പിപ്പാസു, ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് മര്യാദയ്ക്ക് ഇങ്ങനെ 5 10 ആയിട്ട് കറക്റ്റായിട്ട് പഠിച്ചു പോയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടാൻ പാടാണ്. ഓക്കെ, അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പര്യായമാണല്ലേ. എനിക്ക് വൺ ഓഫ് ദി ടഫസ്റ്റ് എന്ന് ഞാൻ പറയും കേട്ടോ. മലയാളത്തിൽ എനിക്കിത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം ഇതൊക്കെ ഓർമ്മ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാൽ ഒരു എക്സാമിൽ 2 മാർക്കിന് വരെ മലയാളം സെക്ഷനിൽ ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ നമുക്കൊരു 5 എണ്ണമൊക്കെ എടുത്ത് നിങ്ങൾ പഠിച്ചാൽ മതി. കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പഠിച്ചു പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്കിത് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് ഇതായിട്ടുള്ളതൊന്നും അല്ല. നമ്മൾ കറക്റ്റായിട്ട് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ല, ഇതിൽ നിറയെ റാങ്ക് ഫയലിൽ തന്നെ നിറയെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങളൊന്ന് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, പിന്നെ കണ്ടില്ലേ വിപരീത പദം, ഇതും അത്യാവശ്യം ടഫ് തന്നെയാണ്. അഗ്രജൻ, അവരജൻ, അകം, ഇതൊക്കെ PSCയുടെ ഇഷ്ട ചോദ്യമാണ്. ഈ അഗ്രജൻ അവരജൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും അത്യാവശ്യം ടഫസ്റ്റ് ആണ്. പിന്നെ പഴഞ്ചൊല്ലുകൾ, ഇതൊക്കെ അത്യാവശ്യം മലയാളം അറിയുന്ന ഒരാൾക്ക് ഇതൊന്നും വലിയ കഷ്ടമില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ അത്യാവശ്യം ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ് മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നൊരു ഏരിയയാണ് മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതുണ്ടോ ശരി തെറ്റ്, ഇതൊക്കെയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം മലയാളമൊക്കെ നമ്മൾ ഇതൊക്കെ എഴുതി തന്നെ പഠിക്കണം കേട്ടോ. ഇതൊന്നും വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല, ഇതൊക്കെ എഴുതി തന്നെ പഠിക്കണം. ഞാൻ ഈ ഇമ്പോസിഷൻ എഴുതുന്നത് പോലെ 5 തവണയും 10 തവണയൊക്കെ എഴുതിയിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു ടച്ച് ആ LDCയോടുകൂടി ചെറുതായിട്ടൊന്ന് വിട്ടിട്ടുണ്ട്. ഇനി വീണ്ടും അത് ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതിയിട്ടാണ് ഞാൻ പഠിക്കാറുള്ളത്. അപ്പോൾ നിങ്ങളും അതുപോലെ എഴുതി തന്നെ പഠിക്കുക. ഇതൊക്കെ എഴുതി പഠിക്കുന്ന സമയത്ത് നമുക്ക് പിന്നീട് തെറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു തെറ്റ് കാണുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷായി, മലയാളമായി, അതുപോലെ ഇയേഴ്സ് ഓർത്ത് വെക്കാനുള്ളതായി. പിന്നെ കുറേ പേര് ചോദിച്ചു ഈ ഹിസ്റ്ററി ജോഗ്രഫിയുടെ എങ്ങനെയാണ് ഈ ചരിത്രവും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനൊരു കാര്യം പറഞ്ഞുതരാം. ഈ ബുക്കിൽ വരുന്നത് വോളിയം 3യിലാണ് കേട്ടോ. ഹിസ്റ്ററിയും ജോഗ്രഫിയും വരുന്നത് ലക്ഷ്യയുടെയാണത് ബുക്ക്. അപ്പോൾ ഇതിൽ വരുന്നത് വോളിയം 3യിലാണ്. അപ്പോൾ ഞാൻ ഇതൊന്നും എടുത്തിട്ടില്ല, കാരണം വോളിയം 1 ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഇതുപോലുള്ള ഹിസ്റ്ററി ജോഗ്രഫി പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാം വാരി വലിച്ച് പഠിക്കാതിരിക്കുക. ഓക്കെ, വേണ്ടത് മാത്രം അണ്ടർലൈൻ ചെയ്ത് ആവശ്യമുള്ളത് മാത്രം എടുത്ത് പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ പിന്നെയും പറയുന്നുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം നല്ല രീതിയിൽ നോക്കിയിട്ട് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അതുപോലെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മളുടെ ഈ കേരളം അതുപോലെ തന്നെ ഇന്ത്യ, കേരളം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടാവുമല്ലോ. അപ്പോൾ കേരളമാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും പഠിക്കുന്ന ടൈമിൽ ഈ ബുക്കിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഇതിൽ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തുടങ്ങുന്നത് ആന്ധ്രാപ്രദേശോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. ഇത് അവസാനിക്കുന്നത് കണ്ടോ, ഈ ബുക്കിൻ്റെ പേജസ് ഒന്ന് നോക്കിയേ. ഇതിൽ വന്നിട്ട് ഞാനിപ്പോൾ നോക്കിയാൽ അറൗണ്ട് ഒരു 122-124 പേജുകളുണ്ട് വിത്ത് നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ കേട്ടോ. അപ്പോൾ ഈ ഇത്രയും സംഭവങ്ങൾ നിങ്ങൾ ഈ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ നിങ്ങൾ ഈ ജില്ലകളിലും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും നിൽക്കില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള ടോപ്പിക്സ്
ഏതാണെന്നുള്ളത് ആദ്യം നിങ്ങൾ തിരിച്ചറിയുക, വേണ്ടത് മാത്രം പഠിക്കുക. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്ത് വിടാനല്ല ഞാൻ പറയുന്നത്. ഇത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലാണെങ്കിലും ടെലിഗ്രാമിലാണെങ്കിലും നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഇടയായിട്ട് കേരളം റിലേറ്റഡ് ആയിട്ട്, അതായത് ജില്ലകൾ കേട്ടോ, പ്രത്യേകം നോട്ട് ചെയ്യുക, ജില്ലകളായിട്ട് റിലേറ്റഡ് ആയിട്ട് എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സംസ്ഥാനങ്ങളാണെങ്കിലും അതുപോലെ തന്നെയാണ് ഇത് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം ഞാൻ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയട്ടെ. അതായത് ഈ ക്വസ്റ്റ്യൻസ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ കറണ്ട് അഫെയർ ആയിട്ടാണ് അവർ കൂടുതലും കാര്യങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്. അതായത് പിന്നെ സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആര്, അല്ലെങ്കിൽ ഇന്ന സംസ്ഥാനത്ത് ഇത് എവിടെയാണ് നിരോധിച്ചത്, ഇന്ന സംസ്ഥാനത്ത് വന്ന ഈ നാഷണൽ പാർക്ക് എവിടെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അല്ലാതെ പഴയ കാര്യങ്ങൾ ഒരുപാട് ഇപ്പോൾ ചോദിക്കുന്നുണ്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 122 പേജൊക്കെ നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ടൈം നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചാലും നമുക്കത് ഓർമ്മ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത് ഓർമ്മ നിൽക്കില്ല. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക, ആവശ്യമുള്ളത് മാത്രം പഠിക്കുക. ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് നോക്കുക. അതായത് 4 ഓപ്ഷൻസും കൂടെ നോക്കിയിട്ട് അതിലെന്തെങ്കിലും പുതിയത് വന്നിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെ പഠിച്ച് പോവുക. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നമ്മളുടെ കേരളത്തിൻ്റെയും ഇതിൻ്റെയും നമ്മൾ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. ഇതിപ്പോൾ കേരളമാണ്, ഇതിനും സെയിം അവസ്ഥ തന്നെ. അത് കണ്ടോ, മല പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ഇരുന്ന് കാണാതെ പഠിക്കാൻ നമ്മളെ കൊണ്ട് നടക്കുമോ? പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഓർമ്മ നിൽക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആവശ്യമുള്ളത് മാത്രം പഠിക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും റിവിഷൻ ചെയ്യാം. ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട്, നമ്മൾ റിവിഷനാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്, അല്ലേ? നമ്മൾ എത്ര പഠിച്ചു, എന്ത് പഠിച്ചു എന്നുള്ളതിനേക്കാളും കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് റിവിഷനാണ്. റിവിഷനും കൺസിസ്റ്റൻസി ഇല്ലാതെ ഒരു കാര്യം നമുക്ക്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് റിവിഷൻ ചെയ്ത് പോവുക. ഓക്കെ, കുറേ പേര് പറയുന്നുണ്ട് എനിക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വീണ്ടും മാർക്ക് ഇമ്പ്രൂവ് ആവുന്നില്ല. അതൊക്കെ പ്രാക്ടീസിൻ്റെ കുറവാണ്. ഓക്കെ, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെറും 15 മാർക്കിൽ നിന്നും ഞാനിപ്പോൾ ഒരു 70 മാർക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ ജേണി എന്ന് പറയുന്നത് ചെറിയൊരു ജേണി അല്ല. ഓക്കെ, നല്ല രീതിയിൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇടയിൽ നിർത്തേണ്ടി വന്നിട്ടുണ്ട്. എക്സാംസിൻ്റെ ആ ഒരു നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് നിർത്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് എന്തെങ്കിലും കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസ് തന്നെയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ 15 മാർക്കിൽ നിന്ന് ഞാനിപ്പോൾ 70 മാർക്കിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ വെറുതെ ഇരുന്ന് എനിക്ക് കിട്ടിയതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ല. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സമയത്ത് നമുക്കിത് കിട്ടും. അപ്പോൾ ഒരിക്കലും പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോവാതിരിക്കുക. ഓക്കെ, തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു 5-6 മാസം അല്ലെങ്കിൽ 7-8 മാസം ഇരുന്ന് പഠിക്കുന്നു, പിന്നീട് ഒരു എക്സാം കിട്ടിയില്ല. ഓക്കെ, കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളത് നിർത്തിയിട്ട് പോകുന്നു. പിന്നെ വീണ്ടും അടുത്ത എക്സാമിന് പഠിക്കുന്നു, വീണ്ടും നിർത്തുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ ഈ നമ്മുടെ കളഞ്ഞിട്ടുള്ള ഈ ഒരു 4-5 മാസം അല്ലെങ്കിൽ 6-7 മാസം, ചിലപ്പോൾ 1 വർഷം 2 വർഷം, അപ്പോൾ നമ്മൾ ആ ഒരു വർഷം കളഞ്ഞതിന് നമുക്കൊരു ഇത് വേണ്ടേ, തിരിച്ച് നമുക്കൊന്ന് കിട്ടണ്ടേ? അപ്പോൾ നമ്മൾ ആ ജേണി എങ്ങനെയാണോ തുടങ്ങിയത് അതുപോലെ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. നമ്മൾ നമുക്കൊരു വിഷയം വേണം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ആ ഒരു ലക്ഷ്യം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്കിത് കിട്ടും. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെപ്പോലുള്ള ആളുകൾ തന്നെയാണ് PSC എക്സാം ആണെങ്കിലും UPSC എക്സാംസ് ആണെങ്കിലും എഴുതുന്നത്. ഓക്കെ, അവർക്ക് എക്സ്ട്രാ കൂടുതലൊന്നും ദൈവം കൊടുത്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ഈ PSCയിൽ ടോപ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും PSCയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും നിങ്ങൾ അവരോടൊക്കെ ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവർക്കൊന്നും ഈസി ആയിട്ടല്ല അവർ നേടിയിരിക്കുന്നത്. അവർ നല്ല രീതിയിൽ അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെയൊക്കെ പോലെ തന്നെ അവർ ഒരുപാട് പുച്ഛവും പരിഹാസവും അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം അവർ അനുഭവിച്ചിട്ടുണ്ട്. ചിലരുടെ ഹെൽത്ത് മോശവും ഫാമിലി പ്രോബ്ലംസ് വരും. അപ്പോൾ ഇത് കിട്ടും, ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടും. പഠിക്കുക. ഓക്കെ, ഒരു സംഭവം ടാർഗറ്റ് വെച്ച് അത് പഠിക്കുക. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മുടെ സ്വപ്നം എന്താണോ നമ്മളെന്നും നമുക്ക് നോക്കിയാൽ കാണുന്നിടത്ത് അത് എഴുതി വെക്കണം. ഓക്കെ, അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കിടന്ന് എണീക്കുമ്പോഴാണെങ്കിലും നമ്മൾ റൂമിലോട്ട് നടക്കുമ്പോഴാണെങ്കിലും അത് ഒന്ന് എഴുതി വെക്കുന്നത് നമുക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ആ സമയത്തായിരിക്കില്ലേ നമുക്ക് വെള്ളം ദാഹിക്കും, ബാത്റൂം പോകണം, അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും നമുക്ക് പല ആവശ്യങ്ങളും വരിക. അപ്പോൾ നമ്മൾക്ക് വരുന്ന നെഗറ്റീവ് തോട്ട്സ് ഉണ്ടല്ലോ, ഈ നെഗറ്റീവ് തോട്ട്സ് നമ്മളൊരു ബുക്ക് എടുത്തിട്ട് അതിൽ എഴുതി വെക്കുക. അതായത് ഇപ്പം എനിക്ക് എന്താണ് തോന്നുന്നത് അത് അപ്പോൾ എഴുതി വെക്കുക, അടുത്ത എനിക്ക് എന്താണ് തോന്നിയത് അത് എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് കുറയുന്നതാണ് കേട്ടോ പറയുന്നത് കേട്ടിട്ടുള്ളത്. എനിക്കിത് വർക്കായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്.
ചെയ്തതാണ്. ഓക്കെ, ഞാനിങ്ങനെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നപ്പോൾ സമയത്ത് ഞാൻ ചെയ്തതാണ്. അപ്പോൾ എനിക്കിത് വർക്കായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വഴി നമ്മൾ തന്നെ കണ്ടെത്തും. ഓക്കെ, അല്ലാതെ എല്ലാം കൊണ്ടുവരട്ടെ, കയ്യിൽ തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അങ്ങനെയൊന്നും ആരും നമ്മുടെ കയ്യിൽ കൊണ്ടു തരില്ല. നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ തന്നെ നല്ല രീതിക്ക് നമ്മൾ പഠിച്ചാൽ മാത്രമേ കാര്യമായിട്ട് നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ റിവിഷൻ്റെ കാര്യമാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. റിവിഷനും ഓരോ കാര്യങ്ങൾ ഓർമ്മ നിൽക്കാനുള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മലയാളം ഇംഗ്ലീഷൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് പഠിക്കുക. അതുപോലെ വർഷങ്ങളാണെന്നുണ്ടെങ്കിൽ പദസൂര്യൻ കാര്യങ്ങൾ, ഇതുപോലുള്ള കേരളം, ഇന്ത്യ പോലുള്ള ടോപ്പിക്സ്, അത് മാത്രമല്ല കേട്ടോ, ഇതുപോലുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മൾ ആവശ്യമുള്ളത് മാത്രം പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് പുറകിലോട്ട് പോകരുത്. ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ 2021 ഓർ 22 അത് മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയാൽ മതി. കാരണം എക്സാമിൻ്റെ ഒരു പാറ്റേൺ മാറിയത് അവിടെ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പുറകിലോട്ട് പോകണ്ട എന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം മുതലുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിൻ്റ് എടുത്തിട്ട് തന്നെ പഠിക്കാനായിട്ട് മാക്സിമം നോക്കുക. എഴുതാനൊക്കെ ആയിട്ട് ഇരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം പോകും. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടിക്ക് അങ്ങനെ നിൽക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ അത് ചെയ്യുക. വീണ്ടും ഞാൻ പറഞ്ഞു, ഇത് ലക്ഷ്യയുടെ റാങ്ക് ഫയലാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുന്നത് ഒരുപാട് ടെലിഗ്രാം ചാനൽസിൽ നിന്ന് എടുക്കുന്നുണ്ട്. വൊക്കാബ്സ് വീഡിയോ നിന്നാണ് ഇപ്പോൾ എടുക്കുന്നത്. ഓക്കെ, എന്നോട് ചോദിച്ചു പുതിയ SCERT ബുക്സായിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സംഭവം ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു, ബുക്ക്. അപ്പോൾ ഞാൻ പറയണ എനിക്കറിയില്ല കേട്ടോ, ഞാനത് മേടിച്ചിട്ടില്ല. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കറിയില്ല. ഇത് ഞാൻ കുറച്ച് മുമ്പായിട്ട് മേടിച്ചതാണ് SCERTയുടെ ഒരു സംഭവം. ഇപ്പോൾ എന്ന് പറയുന്ന സമയത്ത് പുതിയ ഒരുപാട് ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, മൊത്തത്തിൽ മാറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. ഞാൻ ബുക്സ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ബുക്സ് മേടിക്കും, ഞാൻ ഷെയർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചാപ്റ്റേഴ്സിനെ മാറ്റുള്ളൂ എന്നാണെങ്കിൽ ഞാൻ നമ്മൾ നോട്ട്സ് എഴുതുകയാണെങ്കിൽ അങ്ങനെയെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് LDCക്ക് ശേഷം കുറച്ചൊരു ബ്രേക്ക് വന്നതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോൾ അപ്ഡേറ്റഡ് അല്ല. PSCയുടെ ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും നോക്കിയിട്ട് പറയാട്ടോ. ഞാൻ മേടിക്കുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ എന്തായാലും ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ SCERTയുടെ കാര്യം എനിക്ക് ഇതാണ് പറയാനുള്ളത്. പിന്നെ മാത്സിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ട്രിക്ടേൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട് ജെറിൻ സാറുടെ. അതിൽ മികച്ചൊരു ചാനൽ നിങ്ങൾക്ക് കിട്ടുമോ PSCക്ക് എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ മാത്സ് കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് സാറിൻ്റെ ക്ലാസ് നോക്കി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ട്രിക്ടേൺ എന്നാണ് സാറിൻ്റെ ക്ലാസ്സിൻ്റെ പേര്. അപ്പോൾ എഴുതി മീൻസ് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ മാത്സ് ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുതി തന്നെ പഠിക്കുക, അല്ലാതെ വെറുതെ വായിച്ചും നോക്കിയും പഠിക്കാതിരിക്കുക. ഈ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, CA ഈ 4 എണ്ണം നമ്മളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ടോപ്പിക്സാണ്. ബുക്സാണ്. അപ്പോൾ ഈ കറക്റ്റായിട്ട് ഈ 4 ടോപ്പിക്സും കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഈ ബുക്ക് കേട്ടോ, LDC, അതുപോലെ തന്നെ അതിൻ്റെ മുൻവർഷ ചോദ്യപേപ്പറുകൾ, അനുബന്ധ വസ്തുതകൾ എന്ന് പറയുന്ന ഈ ബുക്ക്, എനിക്ക് തോന്നുന്നു ഇതാണ് അവരുടെ അക്കാദമിയുടെ പേര് കേട്ടോ, ദ ബെസ്റ്റ് അക്കാഡമി പബ്ലിക്കേഷൻസ്. ആ സംഭവം ഇത് ബെസ്റ്റ് അക്കാഡമിയാണ്. അപ്പോൾ ഇത് ഞാൻ ഐ തിങ്ക് അവരെ നേരിട്ട് കോൺടാക്ട് ചെയ്ത് ഞാൻ മേടിച്ചതാണ് കേട്ടോ, അല്ലാതെ എനിക്ക് തോന്നുന്നു ഞാൻ ആമസോണിൽ നിന്നൊന്നും മേടിച്ചതല്ല. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ എനിക്കിത് കൊറിയറായിട്ട് ഡെലിവറി ആയൊരു സംഭവമാണ്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇതുണ്ടോ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ അതിൻ്റെ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ആ ക്വസ്റ്റിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ പഠിക്കും. അപ്പോൾ അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ബുക്കാണ് ഇത്. 3 വോളിയം ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരു 2 years ആയി ഞാൻ മേടിച്ചിട്ടെന്ന് തോന്നുന്നു. 2 years ഓർ 2 years ആയി എന്ന് തോന്നുന്നു. 2023 ഞാൻ മേടിക്കുന്നത്. അപ്പോൾ 2025 2 years ആയി. അപ്പോൾ 169 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇതിലുള്ളത്. ഇപ്പോൾ 2010 മുതലുള്ളതുണ്ട്. അപ്പോൾ 10 മുതലുള്ളത് ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമാണ്. കാരണം വെറുതെ ഒന്ന് വായിച്ച് പോകാൻ നമുക്കത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇത് ബെസ്റ്റ് അക്കാദമിയുടെയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നമ്മളുടെ PYQൻ്റെ ഒരു സെക്ഷനൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ബയോളജിയുടെ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, എക്കണോമിക്സിൻ്റെ അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് വലിയ വ്യൂസ് വരാത്തതുകൊണ്ട് അത് ആൾക്കാർക്ക് ആവശ്യമില്ലേ എന്നൊരു തോന്നൽ കൊണ്ടാണ് ഞാനിപ്പോൾ അത് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ വീഡിയോസായിട്ട് ഞാൻ ചെയ്തു തരാം. എൻ്റെ കയ്യിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ കളക്ഷൻസ് കുറച്ചുണ്ട്. അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ കുറച്ച് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനായിട്ട് പോകേണ്ട കാര്യമില്ല, വീഡിയോ കണ്ട് പഠിച്ചാലും മതിയാവും. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ, കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്തു തരാം. വലിയ രീതിയിൽ വ്യൂസ് വരാത്തതുകൊണ്ടാണ് ഞാൻ
അത് ചെയ്യൽ നിർത്തിയത്. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പാടാണ്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പിന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്യണം. ബയോളജിക്ക്, ഫിസിക്സ്, കെമിസ്ട്രി വേറെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അത് പിന്നീട് വോയിസ് കൊടുത്ത് അത് എഡിറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ വ്യൂസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാൻ നമുക്കൊരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആ ഒരു കാരണം കൊണ്ട് ഞാൻ നിർത്തിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാനപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം.